ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ 25ാം രൂപതാ വാർഷികം വേരൂർ സെൻറ്റ് ജോസഫ് ഇടവകയിൽ ഇന്ന് നടക്കുകയാണ്. 40-ലധികം ഭാതൃത്വങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ ധാരാളം ഭാതൃത്വ അംഗങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അതിരൂപത വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണച്ചൻ ആശംസ സന്ദേശവും, തുടർന്ന് ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോഷി പുത്തമ്പരക്കൽ അച്ഛൻ്റെ ആശംസ സന്ദേശവും, അതിരൂപത പ്രസിഡൻറ്റ് ബ്രദർ അലക്സ് വലിയപറമ്പിൽ അധ്യക്ഷ പ്രസംഗവും, തുടർന്ന് അനുഗ്രഹീതനായ ധ്യാനഗുരു ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരക്കൽ അച്ഛൻ്റെ ക്ലാസ്സും ഇന്ന് ഇവിടെ നടക്കുകയാണ്. തുടർന്ന് വിശുദ്ധ കുർബാന ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ആൻ്റണി ഏത്തക്കാട്ടച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുകയും സ്നേഹവിരുന്നിന് ശേഷം ഫ്രാൻസിസ്കൻ വർഷം പ്രമാണിച്ചുള്ള ചർച്ചകൾ, ക്ലാസുകൾ ഓടെ ഇന്നത്തെ ഈ അതിരൂപത വർഷം ആചരണം ഇവിടെ നടത്തപ്പെടുകയാണ്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സമാധാനവും സൗഭാഗ്യവും. ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വികാരി ജനറലായ ബഹുമാനപ്പെട്ട സ്കറിയ കന്യാകോണച്ചൻ, ആത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും വിശേഷ ഇന്നേ ദിവസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇത്രയും അധികം അൽമായ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയെങ്കിൽ ഇതിന്റെ പിന്നിലെ ഒരു പ്രേരണ ശക്തി എനിക്ക് മാത്രമേ ഈശ്വരൻ തെരഞ്ഞെടുക്കുന്നു. അത് നമ്മുടെ പലരും മനസ്സിലാക്കാതാണ് ഈ അഭിഷേകരോടും പുരോഹിതരോടും ഒരു ചോദ്യം ഫ്രാൻസിസ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് ഈ കാണിക്കുന്ന ഈ പ്രധാനത്തിൽ എന്റെ മിനിറ്റ് മാത്രം കാണുന്നുണ്ട്. ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പ്രതീക്ഷയുടെ കാര്യങ്ങൾ ജോഷിയെ സൂചിപ്പിച്ചായിരുന്നു. ഞാൻ മനസ്സിൽ പറയുന്നതിന്റെ 800 വർഷം ആഘോഷിച്ചു. ഈ വർഷം നമ്മുടെ ഫ്രാൻസിസ് അസിസിയുടെ സ്വന്തം പ്രവേശനത്തിന്റെ ഫ്രാൻസിസിന്റെ 800 വർഷം ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ 100 വർഷമായിട്ടുള്ള ഇതിനാലെ വിശുദ്ധന്റെ രൂപം പ്രദർശനത്തിൽ അത് ഞങ്ങളുടെ ഭാരതത്തിന്റെ 5 കാര്യങ്ങൾ ഫ്രാൻസിസിൽ സംഭവിച്ചു. ഒന്ന്, ദ ടച്ച് ഓഫ് ഇറ്റേണിറ്റി, നിത്യത തൊട്ട ജീവിതം. ഫ്രാൻസിസിനെ ദൈവം തൊട്ടു, നിത്യത നശ്വരതയെ തൊട്ടു, സ്വർഗം ഭൂമിയെ തൊട്ടു, ദൈവം മനുഷ്യനെ തൊട്ടു. അതാണ് സ്പൊളേറ്റോ താൽപര്യം. ഫ്രാൻസിസ് യജമാനെ സേവിക്കുന്നു, കൃത്യനെ സേവിക്കുന്നു, ഉത്തമം. ആ ചോദ്യം ഫ്രാൻസിസിനെ തൊട്ടപ്പോൾ ഫ്രാൻസിസ് പുതിയ മനുഷ്യനായി മാറി. ഫ്രാൻസിസിന് ദൈവം തൊട്ടത് 3 സ്ഥലങ്ങളിൽ ഇരുന്നപ്പോഴാണ്. കുർബാനയുടെ മുമ്പിൽ, കുരിശിന് മുമ്പിൽ, ബൈബിളിന് മുമ്പിൽ. ദൈവം ആത്മായ സഹോദരങ്ങളായ നിങ്ങളെയും അർപ്പിതരായ ഞങ്ങളെയും തൊടുന്നത് 3 സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴാണ്. എപ്പോഴും ഓടി നടന്നാൽ ദൈവത്തിന് തൊടാൻ പറ്റുകയില്ല. ഫ്രാൻസിസ് ഇരുന്നു കുരിശിൽ നിൽക്കുന്നു, ഫ്രാൻസിസ് ഇരുന്നു സക്രാരിയിൽ നിന്നിൽ, ഫ്രാൻസിസ് ഇരുന്നു ബൈബിളിൽ നിന്നിൽ. അപ്പോൾ ദൈവം തൊട്ടു. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന, നമ്മുടെ കുമ്പസാരം, നമ്മുടെ വിശുദ്ധ കുർബാന, വേദപുസ്തക വായന, പ്രാർത്ഥന കൂട്ടായ്മ, ഇതൊക്കെ ദൈവം തൊടാനുള്ള അവസരമാണ്. എപ്പോഴും ഞങ്ങൾ അച്ഛന്മാരും ഓടി നടന്നു. ഞാനും അരസിനും വളങ്ങാശ്ശേരിയച്ഛനും അച്ഛന്മാരില്ല. ഓടി നടക്കുമ്പോൾ ചില ആൾക്കാർ ഞങ്ങളെ ഒരു ചോദ്യം ചോദിക്കും, അച്ഛനിപ്പം എവിടെയാണ് ഇരിക്കുന്നത്? ഇതുവരെ ഇരുന്നിട്ടില്ല, ഓട്ടം.
നല്ലൊരിക്കും എവരായിരിക്കുന്നത്. അപ്പോൾ ഇരിക്കണം, 3 സ്ഥലങ്ങളിൽ നമ്മൾ ഇരിക്കണം. ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ തൊടും. ദൈവം തൊട്ടാലുള്ള ഒരു വലിയ പ്രത്യേകത ഫ്രാൻസിസ് പുണ്യാൾ നമ്മളെ കാണിച്ചു. ദൈവം തൊടുന്ന മനുഷ്യന്റെ ഉറപ്പ് ഈ ലോകം ഒരു സത്രമാണ്, ഈ ലോകം ഒരു ഇടത്താവളമാണ്, ഇവിടെ സ്ഥിര സ്ഥലമില്ല. അതാണ് ഉൽപ്പത്തി 2:10. ആദം ഭവിഷ്യത്തിന് ആനന്ദവും പ്രത്യാശയും നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളെ ഭക്തീകരിക്കുന്ന ഈ പരിഹാര ബലി യോഗ്യതയോടെ അർപ്പിക്കുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉദ്ധാനം നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നയിക്കും. ബലവാനാകും സകലേശൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ പരിപാലകന ദൈവം നമ്മുടെ അവരും